ഏഷ്യാനെറ്റിലെ മറ്റൊരു സംഘി അടിമ മാപ്രയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വൈറലും എഴുതിയവൻ ഏറലുമാണ്. കെ.സി. ബിബിൻ ഏഷ്യാനെറ്റിൻ്റെ ചീഫ് റിപ്പോർട്ടറാണത്രേ. അദ്ദേഹം കഴിഞ്ഞ ദിവസം പെഹൽഗാം വിഷയവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ കുറിച്ച ഒരു പോസ്റ്റാണ്. ഒന്ന് ആലോചിക്കുക, ഏഷ്യാനെറ്റിൻ്റെ മുതലാളി, അതായത് ഈ എഴുതിയ മാപ്രയ്ക്ക് അന്നം കൊടുക്കുന്ന വ്യക്തി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബം പോറ്റുന്ന വ്യക്തിയെ പ്രീണിപ്പിക്കുകയാണല്ലോ ലക്ഷ്യം. അതുകൊണ്ടാണ് കഴിവുകേടിൻ്റെ പ്രതിരൂപമായിട്ട് 26 പേർക്ക് ഒറ്റയടിക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം എത്തുമ്പോൾ ആ വിഷയത്തിൽ നിന്ന് കുറേയേറെ പേരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇങ്ങനൊരു പോസ്റ്റ് കുറിച്ചത്. നവകേരള ശില്പി ആയിരുന്നു ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എന്ന് കരുതുക. ഇതിനകം പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനയ്ക്കുള്ള നോട്ടീസ് വന്നേനെ. അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ദുരന്ത സമയത്ത് നാടിനെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടി ഈ നാട്ടിലെ നല്ലവരായ മനസ്സുകളോട് നിങ്ങൾക്ക് കഴിയുന്ന സഹായം നൽകണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു. അതിനെ പരിഹസിച്ചതാണ്. ഏറ്റവും ഒടുവിൽ വയനാട് ദുരന്തം നമ്മൾ കണ്ടു. ഈ എഴുതിയ ടിയാൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എടുത്തൊന്ന് പരിശോധിക്കണം. അതിൽ ഒരു പ്രദേശം മുഴുവൻ ഒഴുകിപ്പോയി സകലതും നഷ്ടപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി ഈ നാട്ടിലെ മനുഷ്യരുടെ അല്ലെങ്കിൽ മലയാളികളുടെ നികുതിപ്പണം പിരിച്ചുകൊണ്ടുപോയി അത് പോക്കറ്റിലിട്ട് സ്വയം പുട്ടടിച്ച് ധൂർത്തടിച്ച് കഴിയുന്നവർ, ആ പണം കൊടുത്ത ഈ നാട്ടിലെ മനുഷ്യർ ദുരന്തത്തിൽപ്പെട്ടപ്പോൾ 10 പൈസ നൽകിയില്ല. അതിലവന് വേദനയേയില്ല. നിഷ്പക്ഷനാണ്, നമ്മളത് മനസ്സിലാക്കിക്കൊള്ളണം. എന്നിരുന്നാലും പെഹൽഗാമിൽ 28ഓളം ജീവനുകൾ സുരക്ഷാ വീഴ്ചയിലും കഴിവുകേടിൻ്റെ ഭാഗമായി സംഭവിക്കുമ്പോൾ ആ മഹാനെ ന്യായീകരിക്കേണ്ടതുണ്ടല്ലോ. അതിനും ഈ നാട്ടിലെ ഭരണാധികാരികൾ, ഈ നാടിനെ പുരോഗതിയിലേക്ക് നയിച്ചവരെ ഒന്ന് അധിക്ഷേപിച്ചു കഴിഞ്ഞാൽ ഒരു മനസുഖം കിട്ടും, അല്ലെങ്കിൽ അന്നം കൊടുക്കുന്ന മുതലാളിക്ക് ഒരു പ്രീതി ഉണ്ടാവും. അതിലൂടെ എനിക്ക് നേട്ടമുണ്ടാക്കാം, അതാണ് ഉദ്ദേശിച്ചത്. പക്ഷേ സോഷ്യൽ മീഡിയ ആ എഴുത്തിനെതിരെ പ്രതികരിച്ചു തുടങ്ങിയപ്പോൾ പതിയെ പോസ്റ്റ് മുക്കിയാൽ വിടാൻ പറ്റൂ? നാട്ടുകാരറിയണ്ടേ? നിഷ്പക്ഷനാണല്ലോ, നിഷ്പക്ഷൻ. മാധ്യമ സ്ഥാപനങ്ങൾക്കകത്തിരുന്ന് നേരോടെ നിർഭയം സംഘിയുടെ ഏജൻസി പ്രവർത്തനം ചെയ്യുന്നവരാണ് ഇവരൊക്കെ എന്ന് നാടറിഞ്ഞിരിക്കണം. പ്രൊഫൈൽ എടുത്ത് നോക്കിയാൽ കോൺഗ്രസിൻ്റെയൊക്കെ ചില വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ട്രൗസർ കാക്കിയാണ്, പക്ഷേ പുറത്ത് കോൺഗ്രസ് ചമഞ്ഞ് നടക്കും. സ്വന്തം ഉള്ളിലെ രാഷ്ട്രീയം പോലും പുറത്തു പറയാതെ സംഘപരിവാർ ചാനലിനകത്ത് ജോലി ചെയ്തുകൊണ്ട് ഞാൻ കോൺഗ്രസ് ആണ്, പക്ഷേ സംഘപരിവാറിന് വേണ്ടി പണിയെടുക്കുന്നു. അതാണ് ലൈൻ. എന്തായാലും മുഖ്യമന്ത്രി അധിക്ഷേപിക്കാൻ പരിശ്രമിച്ച ആ പോസ്റ്റിന് ഒറ്റ മറുപടിയേ ഉള്ളൂ. അതേടോ, നവകേരള ശില്പി തന്നെയാണ്. പല ദുരന്തങ്ങൾ ഈ നാടിലൂടെ കടന്നുപോയി. അന്നൊക്കെ നീ സംഘപരിവാർ ശാഖയ്ക്കകത്ത് മയക്കത്തിലായിരുന്നു. അവർ ചെയ്ത നീതികെട്ട പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒരക്ഷരം ഉരിയാടാതെ മാധ്യമപ്രവർത്തനമെന്ന പേരിൽ കൂലിയെഴുത്ത് നടത്തുകയായിരുന്നു. ഓഖി വന്നു, നിപ്പ വന്നു, കൊറോണ വന്നു, പ്രകൃതി ദുരന്തങ്ങൾ അടിക്കടി വന്നു, ഏറ്റവും ഒടുവിൽ വയനാട് ദുരന്തവും വന്നു. അതിലൊന്നും ഉൾപ്പെട്ട മനുഷ്യരെ കൈവിട്ടിട്ടില്ല. എല്ലാവരെയും ചേർത്ത് പിടിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും ജീവിതം കരുപിടിപ്പിക്കാൻ വേണ്ടി ശ്രമകരമായിട്ടുള്ള ദൗത്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിന് ഒരു സ്റ്റേറ്റിൻ്റെ നിലയ്ക്ക് ചെയ്യാൻ പറ്റാത്ത സന്ദർഭത്തിൽ ഈ നാട്ടിലെ മനുഷ്യരുടെ സഹായം കൂടി അഭ്യർത്ഥിച്ചിട്ടുണ്ട്. നിൻ്റെയൊന്നും 1 രൂപ ചില്ലിക്കാശ് എവിടെന്ന്? സംഘപരിവാർ മുതലാളിയുടെ പാദസേവ ചെയ്ത് കിട്ടുന്ന 1 രൂപയുടെ ചില്ലിക്കാശ് ദുരിതാശ്വാസ നിധിയിൽ എത്തിയിട്ടില്ലെന്നറിയാം. അതൊന്നും എത്തുകയും വേണ്ട. അതുകൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യന് ഒരു നേരത്തെ ആഹാരം വാങ്ങിച്ചു കൊടുത്താൽ അത് ദഹിക്കുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ? അതുകൊണ്ട് ഈ നാടിലിരുന്നു കൊണ്ട്, ഈ നാട്ടിലെ ഉപ്പും ചോറും കഴിച്ചുകൊണ്ട്, സംഘപരിവാർ മുതലാളി നൽകുന്ന എച്ചിൽ കഷ്ണവും പറ്റിക്കൊണ്ട് ഈ രീതിയിലൊക്കെ പുരോഗമിച്ച ഒരു നാടിനെയും ഒരു സർക്കാരിനെയൊക്കെ അധിക്ഷേപിക്കാൻ നാവ് പൊന്തുന്നുണ്ടെങ്കിൽ ഒരു സംഘപരിവാർ മാപ്രയ്ക്ക് ഇതല്ലാതെ മറ്റെന്താണ് കഴിയുക? കൂടെ നിൽക്കുന്ന സിന്ധു സൂര്യകുമാർ അറിയാലോ, ചവർ സ്റ്റോറി പരിപാടിയിലൂടെ എന്തെല്ലാം പുലഭ്യങ്ങളും പുലയാട്ടുകളും നടത്തി, എന്നിട്ട് തകർന്നു. പിന്നല്ലേ മറ്റൊരു സംഘി അടിമയായിട്ടുള്ള കെ.സി. ബിബിൻ. പക്ഷേ നാടറിഞ്ഞിരിക്കുക, ഇവരൊക്കെ റിപ്പോർട്ട് ചെയ്യാനായിട്ട് ഫ്രെയിമിൽ കാണുന്ന സന്ദർഭത്തിൽ മനസ്സിലാക്കുക, സംഘപരിവാറിൻ്റെ ഏജൻറ്റ് പണിക്ക് വന്നതാണ്, അല്ലാതെ ഒരു വിഷയത്തിലും വസ്തുത പറയാൻ വന്നവരല്ല. അല്ലെങ്കിൽ ഉള്ളാലെ കുടിയിരിക്കുന്ന ആ സംഘവിഷം എങ്ങനെയൊക്കെ പുറത്തേക്ക് പ്രചരിപ്പിക്കുക എന്നത് മാത്രമാണ് ഇവരുടെ ഉള്ളിൽ കുടിയേറിയിരിക്കുന്ന ഉത്തരവാദിത്തം. അതുകൊണ്ടാണ് സംസ്ഥാനവുമായി ഒരു ബന്ധവുമില്ലാത്ത വിഷയത്തിൽ ഇങ്ങനെ ഒരു കുളങ്കലക്കലും ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ടാക്കുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇടാൻ വേണ്ടി സംഘപരിവാർ ചാനലിലെ അടിമക്കണ്ണൻ തയ്യാറായത്.